തിരുവചനം അതിമധുരമയം, തേനിനേക്കാൾ മധുരതരം. അതിമധുരമയം, തേനിനേക്കാൾ മധുരതരം. തലയുള്ള വാളിനേക്കാളും മൂർച്ചയേറുന്നതാം തിരുവചനം. ഇരുവായ് തലയുള്ള വാളിനേക്കാളും മൂർച്ചയേറുന്നതാം തിരുവചനം. സന്ധികളെ പോലും തുളച്ചിടും വചനം, അതിമധുരമയം, തേനിനേക്കാൾ മധുരതരം. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് ഒരു വേദഭാഗം വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 40-ാം വാക്യം. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. നാം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു വിശ്വാസിക്ക് ലഭിക്കുന്ന ആത്മീക അനുഗ്രഹങ്ങളെക്കുറിച്ചാണ്. ഒന്നാമതായിട്ട് നാം ചിന്തിച്ചത് റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം, വിശ്വാസത്താൽ നീതീകരണം ലഭിക്കുന്നു. ഒരു വിശ്വാസിക്ക് ലഭിക്കുന്ന ദൈവീക അനുഗ്രഹമാണ് നീതീകരണം എന്ന് പറയുന്നത്. രണ്ടാമത് ദൈവത്തിൻ്റെ മക്കൾ എന്നുള്ള പദവി ലഭിക്കുന്നു. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യമാണ്, ക്രിസ്തുയേശുവിങ്കലെ വിശ്വാസത്താൽ നിങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. ദൈവത്തിൻ്റെ മക്കളാകുവാനുള്ള പദവി. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ദൈവമക്കൾ എന്നുള്ള പദവി. മൂന്നാമത്തത് നാം ചിന്തിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യമാണ്, തൻ്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. നിത്യജീവൻ എന്നതാണ് മൂന്നാമത്തെ കാര്യം.
നാലാമത്തത് എബ്രായ ലേഖനം 10 അധ്യായം 39 വാക്യം, നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാവുന്നു. വിശ്വസിച്ചാൽ ജീവരക്ഷ ലഭിക്കും. അഞ്ചാമതായിട്ട് നാം ചിന്തിച്ചത് റോമാലേഖനം 3 അധ്യായത്തിൻ്റെ 25 വാക്യം, വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. പാപത്തിൽ നിന്നുള്ള പ്രായശ്ചിത്തം, യേശുക്രിസ്തുവിൻ്റെ രക്തത്താലുള്ള പ്രായശ്ചിത്തം, അത് അഞ്ചാമത്തെ കാര്യം. ഇന്ന് നാം ചിന്തിക്കുന്നത് വിശ്വസിച്ചാൽ നാം ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന്. യോഹന്നാൻ്റെ സുവിശേഷം 11 അധ്യായം നാം പരിശോധിക്കുമ്പോൾ കർത്താവ് ചെയ്ത വലിയൊരു അടയാളമാണ്. ഇത്ര ദീർഘമായ വിവരണത്തോടുകൂടി പ്രസ്താവിക്കുന്ന ഒരു അത്ഭുതം വേറെ പുതിയ നിയമത്തിലില്ല. യോഹന്നാൻ്റെ സുവിശേഷം നാം വായിക്കുമ്പോൾ ഏകദേശം 8 അത്ഭുതങ്ങൾ കർത്താവ് ചെയ്തിട്ടുണ്ട്. ഉപമകളൊന്നും കർത്താവ് ചെയ്തതായിട്ട് യോഹന്നാൻ്റെ സുവിശേഷത്തിലില്ല. 8 അത്ഭുതങ്ങൾ. ഒന്നാമത്തെ അത്ഭുതം കാനാവിൽ വെച്ച് പച്ചവെള്ളം വീഞ്ഞാക്കി. അത് നാം വായിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 2 അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒന്നാമത്തെ അത്ഭുതം കാണാം. രണ്ടാമത്തെ അത്ഭുതം രാജഭൃത്യൻ്റെ മകനെ സൗഖ്യമാക്കുന്നത് നാം വായിക്കുന്നു. അത് യോഹന്നാൻ്റെ സുവിശേഷം 4 അധ്യായത്തിൻ്റെ 46 മുതൽ 54 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ആ രണ്ടാമത്തെ അത്ഭുതം കാണാൻ സാധിക്കും. മൂന്നാമത്തേത് ബെത്സയിദയിലെ കുളക്കരയിൽ വെച്ച് 38 ആണ്ട് രോഗിയായ ഒരു മനുഷ്യനെ യേശു സൗഖ്യമാക്കുന്നു. അത് 5 അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. നാലാമത്തെ കാര്യം, കർത്താവ് 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിക്കുന്നു. 6 അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുന്നു. 6 അധ്യായത്തിൻ്റെ 16 മുതൽ 21 വരെ നാം വായിക്കുമ്പോൾ കർത്താവ് കടലിന്മേൽ നടക്കുന്നതായിട്ട് നാം വായിക്കുന്നു. ഇത് 5-ാമത്തെ അത്ഭുതമാണ്. 6-ാമത്തെ അത്ഭുതം പിറവിയിലെ കുരുടനെ സൗഖ്യമാക്കുന്നത് നാം 9 അധ്യായം മുഴുവൻ വായിക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള വിവരണമാണ്. 7-ാമത്തെ അത്ഭുതമാണ് ലാസറിനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത്. 8-ാമത്തത് അത്ഭുതം എന്ന് പറയുന്നത് അത്ഭുതകരമായ മീൻപിടുത്തത്തെക്കുറിച്ച് നാം ഈ ഏറ്റവും അവസാനത്തെ അധ്യായം 21-ാം അധ്യായം ഇതിൻ്റെ 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും. ഇങ്ങനെയുള്ള 8 അത്ഭുതങ്ങളിൽ 7-ാമത്തെ അത്ഭുതമാണ്, അതിലെ ഒരു വാക്യമാണ് നാം വായിച്ചത്. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ മറിയയുടെയും അവളുടെ സഹോദരിയായ മാർത്തയുടെയും ഗ്രാമമായ ബെഥാന്യ എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് തുടങ്ങുന്നത്. അവിടെ അവരുടെ സഹോദരൻ ദീനമായി കിടന്നു. യേശുവിനെ അറിയിച്ചു, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്ന് യേശുവിനെ അറിയിച്ചു. ബെഥാന്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒലിവുമലയുടെ ഒരു കിഴക്കേ ചെരുവിലുള്ള ഒരു ചെറിയ ഗ്രാമമാണ് ബെഥാന്യ എന്ന് പറയുന്നത്. യെരുശലേമിൽ നിന്ന് ഏകദേശം 4 കിലോമീറ്റർ ദൂരമുള്ളൂ ഈ ബെഥാന്യയിലേക്ക്. യേശു വരുമെന്നാണ് അവർ പ്രതീക്ഷിച്ചിരുന്നത്. ദീനമായി കിടന്നിട്ട് യേശു വന്നില്ല. ഇതാ മരിച്ചു, എന്നിട്ടും യേശു വന്നിട്ടില്ല. കല്ലറയിൽ വെച്ച് അവനെ അടക്കം ചെയ്ത് 4 ദിവസമായപ്പോഴാണ് യേശു കടന്നു വരുന്നത്. അത് നാം വായിക്കുന്നത് ആ 11-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. യേശു അവിടെ എത്തിയപ്പോൾ അവനെ കല്ലറയിൽ വെച്ചിട്ട് 4 ദിവസമായി എന്നറിഞ്ഞു. 4 ദിവസമായി എന്നറിഞ്ഞു. യേശു അറിഞ്ഞു. യേശു ബെഥാന്യയിലേക്ക് കടന്നു വന്നു. കടന്നു വരുമ്പോൾ തന്നെ മാർത്ത ഈ യേശുവിനെ എതിരേൽക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. കണ്ട സമയത്ത് തന്നെ മാർത്ത പറഞ്ഞു, യേശുവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. യേശു അവളോട് സംസാരിക്കുകയാണ്. പിന്നീടുള്ള ചില വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ യേശു മാർത്തയുമായുള്ള സംഭാഷണമാണ് നാം അവിടെ വായിക്കുന്നത്. യേശു അവളോട് പറഞ്ഞു, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന്. അപ്പോൾ മാർത്ത അതിന് മറുപടി പറയുന്നത്, ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. ഒടുക്കത്തെ നാളിൽ ഒരു പുനരുത്ഥാനമുണ്ട്,
അന്നേരം ഈ എൻ്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കുമെന്നാണ് മാർത്ത പറയുന്നത്. അപ്പോൾ യേശു പറയുകയാണ്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു എന്ന്. ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു അനേകം സന്ദർഭങ്ങളിൽ ഞാൻ ആരാണെന്ന് പറയുന്നുണ്ട്. ഞാൻ ജീവന്റെ അപ്പമാകുന്നു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, ഞാൻ വാതിലാകുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു, ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു, ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാകുന്നു എന്ന്. ഇങ്ങനെ അനേകം സന്ദർഭങ്ങളിൽ യേശു താൻ ആരാണെന്ന് ആ ജനത്തോട് പറയുകയാണ്. യേശു അവളോട് പറയുകയാണ്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. ഇതാ അവസാനത്തെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് മാർത്ത പറയുകയാണ്. പക്ഷേ ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്ന ക്രിസ്തുവാണ്. ഇവൻ ഈ സന്ദർഭത്തിൽ തന്നെ, ഈ നിമിഷം തന്നെ ഇവൻ ജീവിക്കും, ഇവൻ ഉയർത്തെഴുന്നേൽക്കും, ഇവന് ജീവൻ കൊടുക്കുവാൻ കഴിവുള്ളവനാണ് ഞാനെന്ന് യേശു അപ്പോൾ പറയുന്നത്. 11-ാം അധ്യായത്തിന്റെ അതിന്റെ 25-ാം വാക്യം ഒന്ന് വായിക്കും. യേശു അവളോട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവെന്ന് പറഞ്ഞു. അവൾ അവനോട്, ഉപകർത്താവേ, ലോകത്തിൽ വരുവാനുള്ള ദൈവപുത്രനായ ക്രിസ്തു നീ തന്നെ എന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞിട്ട് പോയി തൻ്റെ സഹോദരിയായ മറിയയെ സ്വകാര്യമായി വിളിച്ചു. യേശു അവളോട് പറയുകയാണ്, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എന്താണ് കർത്താവ് അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്? ഈ ലാസർ ഉയർത്തെഴുന്നേൽക്കും. നീ എന്നിൽ വിശ്വസിക്കുന്നുവെങ്കിൽ നീ വലിയൊരു അത്ഭുതം കാണാൻ പോകുകയാണ്. നീ ദൈവത്തിൻ്റെ മഹത്വം കാണാൻ പോകുകയാണ്. ഇവൻ ഉയർത്തെഴുന്നേൽക്കും, ഈ നിമിഷം തന്നെ ഉയർത്തെഴുന്നേൽക്കും. വീണ്ടും കർത്താവ് പറഞ്ഞു, ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല എന്ന്. യേശു എന്താണ് പറഞ്ഞത്? ദൈവവുമായുള്ള അവൻ്റെ ബന്ധം ഒരിക്കലും പിരിഞ്ഞു പോകുന്നില്ല. മരിച്ചതുകൊണ്ട് ദൈവവുമായിട്ടുള്ള ബന്ധം പിരിയല്ല ചെയ്യുന്നത്. ശരീരത്തിൽ നിന്ന് ജീവൻ മാറും, പക്ഷേ ആത്മാവ് ക്രിസ്തുവിനോട് ചേരുകയാണ്. അവിടെ മരിക്കുന്നില്ല, ആത്മാവ് മരിക്കുകയല്ല, ആത്മാവ് നിത്യനായ ദൈവത്തോട് ചേരുകയാണ്. ശരീരത്തിൽ നിന്ന് ജീവൻ നഷ്ടപ്പെടും, പക്ഷേ ഈ ക്രിസ്തുവിനോടുള്ള ബന്ധം നഷ്ടപ്പെടുന്നില്ല. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് 2 കൊരിന്ത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോടുകൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. കർത്താവിനോടുകൂടെ വസിപ്പാൻ ഞങ്ങൾ അധികം ഇഷ്ടപ്പെടുന്നു എന്ന് അപ്പോസ്തലൻ പറയുകയാണ്. അതുപോലെ ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം. ഇവ രണ്ടിനാലും ഞാൻ ഞെരുങ്ങുന്നു. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ വസിപ്പാൻ, ക്രിസ്തുവിനോട് ചേരുവാൻ എനിക്ക് കാംക്ഷയുണ്ട്. അത്യുത്തമമാണ് എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി ചേരുവാൻ. ദൈവമക്കളെ, ആത്മാവ് വിട്ടുപോയാലും ഒരു വിശ്വാസി മരിക്കുമ്പോൾ അവൻ്റെ ജീവൻ ഈ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെട്ടാലും ഇത് ആത്മാവ് മരിക്കുന്നില്ല, ആത്മാവ് നഷ്ടപ്പെടുന്നില്ല, ആത്മാവ് ക്രിസ്തുവിനോട് ചേരുകയാണ്. അതുകൊണ്ടാണ് കർത്താവ് ഇവിടെ പറഞ്ഞത്, ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല എന്ന്. മരണമെന്ന് പറഞ്ഞാൽ ശാരീരിക മരണമുണ്ട്, ആത്മീകമായ മരണമുണ്ട്. ആത്മീകമായി മരണം സംഭവിച്ചാലും ശരീരം മരിക്കണമെന്നില്ല. ഉൽപ്പത്തി പുസ്തകം പരിശോധിക്കുമ്പോൾ ആദാമും ഹവ്വായും പാപം ചെയ്തു. ഈ വൃക്ഷത്തിൻ്റെ ഫലം തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്ന് ദൈവം അവരോട് കൽപ്പിച്ചു. പക്ഷേ അവർ ഫലം തിന്നു. അത് തിന്ന നാളിൽ അവർ മരിച്ചു. എത്രയോ കാലം അവർ ജീവിച്ചിരുന്നു. ദൈവമക്കളെ, ആത്മാവിൻ്റെ ജീവൻ നഷ്ടപ്പെടുന്നില്ല. ഒരു വിശ്വാസി മരിക്കുമ്പോൾ അവൻ്റെ ആത്മാവ് നിത്യനായ ദൈവത്തോട് ചേരുകയാണ്. അതാണ് മാർത്തയോട് യേശു പറയുന്നത്. മാർത്ത മറിയയെ ചെന്ന് സ്വകാര്യമായിട്ട് വിളിച്ചു, ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു. യേശുവിൻ്റെ പാദപീഠത്തിലേക്ക് വന്ന് വീഴുകയാണ് മറിയ പറയുകയാണ്, യേശുവേ, അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നു എങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. മാർത്ത കാൽപാദത്തിൽ വീഴുന്നതായിട്ട് കാണുന്നില്ല, എന്നാൽ മറിയ കാൽപാദത്തിൽ ചെന്ന് വീഴുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ ആരാധനയ്ക്കായിട്ട് നന്ദി പറയുന്നതിന് വേണ്ടി
യേശുവിൻ്റെ പാദപീഠത്തിൽ മറിയ ഇരിക്കുന്നതായിട്ട് നാം കാണുന്നു. ഇതാ മറിയയോട് യേശു സംസാരിക്കുകയാണ്. മറിയോട് യേശു സംസാരിച്ചു. യേശു കണ്ണുനീർ വാർത്തു എന്നാണ് നാം വായിക്കുന്നത്. ജീസസ് വെപ്റ്റ് എന്നാണ് ഇംഗ്ലീഷ് അതിൻ്റെ ട്രാൻസ്ലേഷൻ കൊടുത്തിരിക്കുന്നത്. ഇതാ യേശു കണ്ണുനീർ വാർത്തു എന്ന്. ദൈവമക്കളെ, യേശു ഇവിടെ ഒരു വ്യക്തിക്ക് വേണ്ടി കരഞ്ഞു. യേശു ഒരു പട്ടണത്തെ ഓർത്ത് കരയുന്നതായിട്ട് നാം കാണുന്നുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 41-ാം വാക്യം വായിക്കുമ്പോൾ യെരുശലേമിനെ കണ്ട്, ആരാധന നടക്കുന്ന സ്ഥലത്തെ കണ്ട്, ഇതാ യാഗങ്ങളും അതുപോലെ പെരുന്നാളുകൾ ആഘോഷിക്കുന്ന ആ പുണ്യ സ്ഥലത്തെ കണ്ട് ഇതാ യേശു കരയുന്നതായിട്ട് നാം കാണുന്നുണ്ട്. ദൈവമക്കളെ, ഇതാ ഒരു വ്യക്തിക്ക് വേണ്ടി യേശു കരയുന്നു, ഒരു പട്ടണത്തിന് വേണ്ടി യേശു കരയുന്നു, ഇതാ മുഴുവൻ ലോകത്തിനു വേണ്ടി യേശു കരയുന്നതായിട്ട് നാം വായിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിൻ്റെ 50-ാം വാക്യവും മർക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 37-ാം വാക്യവും വായിക്കുമ്പോൾ യേശു കരയുന്നു. ദൈവമക്കളെ, യേശു കരയുകയാണ്. ഇവിടെയും നമുക്ക് വായിക്കുമ്പോൾ യേശു കണ്ണുനീർ വാർത്തു. യേശു കല്ലറയ്ക്കൽ ചെന്നു, കല്ല് നീക്കുവീൻ എന്ന് പറഞ്ഞു. ഇതാ കല്ല് നീക്കുമ്പോൾ മാർത്ത പറയുന്ന ഒരു വാക്കുണ്ട്. അതിൻ്റെ 39-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. കല്ല് നീക്കുവിനെന്ന് യേശു പറഞ്ഞു. മരിച്ചവൻ്റെ സഹോദരിയായ മാർത്ത, കർത്താവെ, നാറ്റം വെച്ചു തുടങ്ങി, 4 ദിവസമായല്ലോ എന്ന് പറഞ്ഞു. യേശു അവളോട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. കർത്താവെ, നാറ്റം വെച്ച് തുടങ്ങി 4 ദിവസമായല്ലോ എന്ന്. 4 ദിവസമായല്ലോ, നാറ്റം വെച്ച് തുടങ്ങി. ഇനി ചിന്തിച്ചിട്ട് എന്ത് കാര്യം? ഇനി ഒന്നും ചെയ്തിട്ട് കാര്യമില്ല, സമയം കഴിഞ്ഞു പോയെന്നാണ് മാർത്ത പറയുന്നത്. കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് മാർത്ത തന്നെ പറഞ്ഞതാണ്, കർത്താവേ, ലോകത്തിൽ വരുവാനുള്ള ദൈവപുത്രനായ ക്രിസ്തു നീ തന്നെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതാ വിശ്വാസം ഏറ്റുപറഞ്ഞ മാർത്ത ഇപ്പോൾ പറയുകയാണ്, 4 ദിവസമായല്ലോ, നാറ്റം വെച്ച് തുടങ്ങിയല്ലോ എന്ന്. ഇതിൻ്റെ കാര്യം എന്താണ്? അന്ന് അവരുടെ ഇടയിലുള്ള ഒരു വിശ്വാസമായിരുന്നു, ഒരു വ്യക്തി മരിച്ചു പോയാൽ 4 ദിവസത്തിനുള്ളിൽ ആത്മാവ് വീണ്ടും ആ ശരീരത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് വന്ന് നിൽക്കുമെന്ന്. എന്നാൽ 4 ദിവസം കഴിഞ്ഞിട്ടും അത് സാധിക്കാതെ വന്നു കഴിഞ്ഞാൽ, ആ ശരീരം ജീർണിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ആ ആത്മാവ് വിട്ടുപോകുമെന്ന്. പിന്നെ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് ഒരു കാര്യമില്ല, ഒരു പ്രതീക്ഷയ്ക്കും വകയില്ല എന്ന് അന്നൊരു വിശ്വാസമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മാർത്ത പറഞ്ഞത്, 4 ദിവസമായല്ലോ, നാറ്റം വെച്ച് തുടങ്ങിയല്ലോ. ദൈവമക്കളെ, അവർ പറയുന്നു, പ്രതീക്ഷയ്ക്ക് ഇനി വകയില്ല, എല്ലാം അസ്തമിച്ചു, ഇനി പ്രതീക്ഷയ്ക്ക് ഒരു വകയുമില്ല, ഇനി ചിന്തിച്ചിട്ട് ഒരു കാര്യവുമില്ല എന്ന്. സമയം കഴിഞ്ഞുപോയി. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിന് സമയം കഴിഞ്ഞിട്ടില്ല. സർവശക്തനായ ക്രിസ്തുവിൻ്റെ മുമ്പിൽ അവന് കഴിയാത്ത കാര്യമൊന്നുമില്ല. ഈ പറയുന്നതിനൊന്നും ഒരു പ്രസക്തിയുമില്ല. ശരിയായ ഒരു വിശ്വാസത്തിലേക്ക് നടത്തുന്നതിന് വേണ്ടിയാണ് ക്രിസ്തു കല്ല് നീക്കുവീൻ എന്ന് പറഞ്ഞു. അവർ കല്ല് നീക്കി. യേശു മേലോട്ട് നോക്കി, പിതാവേ, നീ എൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. നീ എപ്പോഴും എൻ്റെ അപേക്ഷ കേൾക്കുന്നുവെന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. എങ്കിലും നീ എന്നെ അയച്ചുവെന്ന് ചുറ്റും നിൽക്കുന്ന പുരുഷാരം വിശ്വസിക്കേണ്ടതിന് അവരുടെ നിമിത്തം ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു. ചുറ്റും നിൽക്കുന്ന പുരുഷാരം വിശ്വസിക്കേണ്ടതിന്, അവർക്ക് വിശ്വാസം ലഭിക്കുന്നതിനു വേണ്ടി. കർത്താവ് ഈ അസുഖമുണ്ട്, ദീനമായി കിടക്കുന്നു എന്ന് അറിഞ്ഞിട്ടും വരാതിരുന്നതിൻ്റെ കാരണം എന്താണ്? 4 ദിവസമായിട്ടാണ് യേശു അവിടെ കടന്നു വന്നത്. ഇതിൻ്റെ എല്ലാം പിന്നിൽ ദൈവീകമായ ഒരു പദ്ധതിയുണ്ട്, ദൈവത്തിനൊരു പ്ലാനുണ്ട്. എന്തുകൊണ്ട്? ഇവർ വിശ്വാസികളായി തീരണം. ദീനമായി കിടന്ന ഒരാളെ സൗഖ്യമാക്കിയാൽ അവർ ചിന്തിക്കും, ഇത് സാധാരണ നടക്കുന്ന ഒരു സംഭവമാണ്. ഈ ദേശത്ത് യേശുക്രിസ്തു ചെല്ലുന്നിടത്തെല്ലാം രോഗസൗഖ്യം കൊടുത്തിട്ടുണ്ട്, അതുപോലെയുള്ള ഒരു സംഭവമെന്ന് ചിന്തിച്ച് അവരെ ഒരു നിസാരവൽക്കരിക്കും. ദൈവനാമം മഹത്വപ്പെടുന്നതിന് വേണ്ടി യേശുക്രിസ്തു അതിനുവേണ്ടിയാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഈ കല്ലറയ്ക്കൽ വന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ജനത്തിന് വിശ്വാസം ലഭിക്കണം, വിശ്വാസത്തിൽ അവർ അടിയുറയ്ക്കണം. വിശ്വാസമില്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടു പോകും, ഒരു പ്രയോജനവുമില്ല. അതുകൊണ്ട് അവരെ വിശ്വാസികളാക്കുവാനായിട്ട് യേശു ക്രിസ്തു അവിടെ പ്രാർത്ഥിക്കുന്നു.
ദൈവമക്കളെ, എല്ലാവരുടെയും ചിന്താഗതി, ജനത്തിൻ്റെ പ്രമാണം എന്താണ്? കണ്ട് വിശ്വസിക്കുക, അതാണ് ലോകത്തിൻ്റെ പ്രമാണം. എന്നാൽ ദൈവത്തിൻ്റെ പ്രമാണം എന്താണ്? ആദ്യം വിശ്വസിക്കുക, എന്നാൽ നീ കാണും, എന്നാൽ നീ അനുഭവിക്കും. അതുകൊണ്ടാണ് യേശു മാർത്തയോട് പറഞ്ഞത്, നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. ആദ്യം നീ വിശ്വസിക്ക്, ആദ്യം നീ കണ്ണുമടച്ച് വിശ്വസിക്ക്. നാറ്റം വെച്ച് തുടങ്ങിയാലും ഈ ശരീരം ദ്രവിച്ച് മണ്ണിലേക്ക് അലിഞ്ഞു ചേർന്നാലും അതിൽ നിന്നെല്ലാം ഒരു ലാസറിനെ ഉയർത്തെഴുന്നേൽപ്പിക്കുവാൻ, ആ ദ്രവിച്ച ശരീരത്തിൽ നിന്ന് ആ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരുവാൻ സർവശക്തനായ ഒരു യേശുവാണ് നിന്റെ മുമ്പിൽ നിൽക്കുന്നത് എന്ന് നീ വിശ്വസിക്കുക. യേശു അവളോട് പറയുകയാണ്. ദൈവമക്കളെ, യേശു പ്രാർത്ഥിക്കുകയാണ്. അവൻ ജീവനുള്ളവനായി മടങ്ങി വന്നു. അങ്ങനെയാണ് നാം വായിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ ലാസറെ പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചു. മരിച്ചവൻ പുറത്തു വന്നു. അവൻ്റെ കാലും കൈയും ശീല കൊണ്ട് കെട്ടിയും മുഖം റൂമാൽ കൊണ്ട് മൂടിയുമിരുന്നു. അവൻ്റെ കെട്ടഴിപ്പിന് അവൻ പോകട്ടെ എന്ന് യേശു അവരോട് പറഞ്ഞു. ദൈവമക്കളെ, മരിച്ചവൻ പുറത്തു വരികയാണ്. എങ്ങനെ ലാസറിനെ അടക്കിയോ അതേ രൂപത്തിൽ, ഒരു മാറ്റവും സംഭവിക്കാതെ, ഒന്നും ഒരു മാറ്റവും വരാതെ, ഇതാ അതേ രീതിയിൽ മരിച്ചവൻ പുറത്തു വന്നിരിക്കുന്നു. ദൈവമക്കളെ, എന്നാൽ യേശു അവിടെ ഉള്ളവരോട് പറഞ്ഞു, അവൻ്റെ കെട്ടഴിപ്പീൻ. ജീവൻ കിട്ടിയാലും കെട്ടഴിയണമെന്നില്ല, ബന്ധനം അഴിയണമെന്നില്ല. ദൈവമക്കളെ, ബന്ധനം അഴിയണമെങ്കിൽ നാം തന്നെ ബന്ധനം അഴിക്കണം. ദൈവമക്കളെ, ഈ നാം ചിന്തിക്കും, ആ ബന്ധനം അഴിക്കാൻ യേശുക്രിസ്തുവിന് സാധിക്കുകയില്ലേ എന്ന്. ദൈവമക്കളെ, ബന്ധനം നാം തന്നെ അഴിക്കണം. ജീവൻ ക്രിസ്തു തരും. പക്ഷേ നമ്മിലുള്ള ബന്ധനങ്ങൾ ഏതെല്ലാമാണ്, ഏതെല്ലാം രീതിയിലാണ് നമ്മിൽ ബന്ധനം വന്നിരിക്കുന്നത്, ഏതെല്ലാം അവയവങ്ങളിലാണ് നമ്മുടെ ബന്ധനം എന്ന് നാം തന്നെ തിരിച്ചറിഞ്ഞ് ആ ബന്ധനം നാം അഴിക്കേണ്ടിയിരിക്കുന്നു. എങ്കിൽ ഹല്ലേലൂയ, ഇതാ അവൻ ചലിച്ചു തുടങ്ങി. അവൻ ഇതാ ബന്ധനങ്ങൾ അഴിഞ്ഞവനായി സ്വാതന്ത്ര്യം പ്രാപിക്കുന്നവനായിട്ട് നാം അവിടെ വായിക്കുന്നു. അവൻ്റെ കെട്ടഴിപ്പീൻ, അവൻ പോകട്ടെ എന്ന് അവരോട് പറഞ്ഞു. ദൈവമക്കളെ, ജീവനുണ്ട് എന്നാണ് നമ്മുടെ ധാരണ. നമുക്ക് ജീവനുണ്ട്, നമുക്ക് പ്രവർത്തിക്കുന്നുണ്ട്, നാം ആത്മീയമായി നാം പ്രവർത്തിക്കുന്നുണ്ട്, നാം വചനം പറയുന്നുണ്ട്, നാം സാക്ഷ്യം പറയുന്നുണ്ട്, നാം പാട്ട് പാടുന്നുണ്ട്, നാം ആത്മീയമായി കൂട്ടായ്മയിൽ കടന്നു വരുന്നുണ്ട്, നല്ല ശുഷ്കാന്തിയുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, നേതൃസ്ഥാനത്ത് നിൽക്കുന്നുണ്ട്, അനേകരെ സത്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അനേകർക്ക് കൗൺസിലിംഗ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മിലുള്ള ബന്ധനങ്ങളെ നാം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമുക്ക് ജീവൻ കിട്ടിയതുകൊണ്ട് മാത്രം ഒരു പ്രയോജനവും കിട്ടുകയില്ല. ജീവൻ ലഭിച്ചാൽ നാം നമ്മെ തന്നെ നമ്മിലേക്ക് നോക്കിയിട്ട് നമ്മുടെ ബന്ധനങ്ങളെ ഓരോന്നോരോന്നായിട്ട് ദൈവസന്നിധി ഏറ്റുപറഞ്ഞ് കരഞ്ഞ്, ബന്ധനങ്ങളെ എല്ലാം കത്തിച്ചു തരണമേ, എനിക്ക് സ്വാതന്ത്ര്യം തരണമേ, എനിക്ക് ആത്മീകമായ ഒരു സ്വാതന്ത്ര്യം തരണമേ, എൻ്റെ ബന്ധനങ്ങളെ എല്ലാം അഴിച്ച് പരിപൂർണമായ ഒരു സ്വാതന്ത്ര്യം തരണമേ എന്ന് നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. ദൈവമക്കളെ, ഇവിടെ അവരോട് പറഞ്ഞു, കെട്ടുകൾ അഴിപ്പീൻ, അവൻ പോകട്ടെ എന്ന്. യേശു അവരോട് പറയുന്നത് എന്താണ്? നിങ്ങളുടെ ബന്ധം പുനഃസ്ഥാപിച്ചു കൊള്ളി. ഇതുവരെയും നിങ്ങളുടെ സഹോദരനായിരുന്ന ഈ ലാസർ ഇന്ന് ജീവൻ പ്രാപിച്ചിരിക്കുന്നു. ഇത് നിങ്ങളുടെ സഹോദരനാണ്. ഹല്ലേലൂയ. നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ധൈര്യമായി അവൻ്റെ അടുക്കലേക്ക് ചെന്നുകൊള്ളുക. അവിടെ സ്വാതന്ത്ര്യമായിട്ട് ഇതാ അവർ കടന്നു എന്ന് ബന്ധനങ്ങൾ ഓരോന്നോരോന്നായിട്ട് അഴിക്കുന്നതായിട്ടാണ് നാം കാണുന്നത്. ദൈവമക്കളെ, ഹല്ലേലൂയ, ഈ ബന്ധനങ്ങൾ ഓരോന്നോരോന്നായിട്ട് നാം ദൈവസന്നിധി കണ്ടുപിടിച്ച് നാം ഏറ്റുപറഞ്ഞ് പാപമോചനം പ്രാപിച്ച് ശുദ്ധീകരണം പ്രാപിക്കണം. ദൈവമക്കളെ, ശുദ്ധീകരണം പ്രാപിക്കണം. അതിനാണ് നമുക്ക് ആയുസ് സ്വർഗത്തിലെ ദൈവം ദീർഘിപ്പിച്ച് തന്നിരിക്കുന്നത്. നമുക്ക് ഓരോരുത്തർക്കും ജീവൻ തന്ന്, ആയുസ് തന്ന്, ആരോഗ്യം തന്ന് ഇതുവരെയും നമ്മെ നടത്തിയ ദൈവത്തോട് നമുക്ക് നന്ദിയില്ല. ദൈവമക്കളെ, നാം ദൈവസന്നിധിയിൽ ശുദ്ധീകരണം പ്രാപിക്കണം. ഈ ബന്ധനങ്ങൾ അഴിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവസന്നിധിയിൽ നമ്മെ തന്നെ പരിശോധിച്ച് നാം ശുദ്ധീകരണം പ്രാപിക്കണം. നാം ശുദ്ധീകരണം പ്രാപിക്കണം. അതിനുവേണ്ടിയാണ് നമ്മുടെ ഈ ആയുസ് സ്വർഗത്തിലെ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. നാം ദൈവസന്നിധിയിൽ കടന്നു
എന്ന് രഹസ്യത്തിൽ ദൈവസന്നിധി ഓരോ നിമിഷവും ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ച് ആ ദൈവമുഖത്തേക്ക് നോക്കിയിട്ട് കർത്താവേ എനിക്ക് പരിപൂർണമായ ഒരു ശുദ്ധീകരണം തരണമേ. എൻ്റെ കെട്ടുകളെല്ലാം അഴിഞ്ഞ് എനിക്ക് സ്വാതന്ത്ര്യത്തോടെ നിന്നെ സ്തുതിക്കുവാൻ എൻ്റെ നാവിൻ്റെ ബന്ധനം അഴിച്ചു തരണമേ. എൻ്റെ ആത്മാവിൻ്റെ ബന്ധനം അഴിച്ചു തരണമേ. ദൈവമക്കളെ, സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിച്ചു, ഞാൻ നിന്നെ സ്തോത്രം ചെയ്യേണ്ടതിന് എൻ്റെ ആത്മാവിനെ കാരാഗ്രഹത്തിൽ നിന്ന് പുറപ്പെടുവിക്കണമേ എന്ന്. എനിക്ക് ബന്ധനങ്ങൾ അഴിയണം കർത്താവേ, എങ്കിൽ മാത്രമേ എനിക്ക് നിന്നെ ആരാധിക്കാൻ സാധിക്കുകയുള്ളൂ, എനിക്ക് നിന്നെ സ്തോത്രം ചെയ്യാൻ പറ്റുകയുള്ളൂ കർത്താവേ. എനിക്ക് നിന്നെ ആരാധിക്കണം, എനിക്ക് നിന്നെ സ്തോത്രം ചെയ്യണം. ദൈവമക്കളെ, ഹല്ലേലൂയ, നാം ഓരോരുത്തരും ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കണം. എൻ്റെ കർത്താവേ, ഇനിയുള്ള കാലം നിന്നെ എനിക്ക് ആരാധിക്കണം. കെട്ടുകൾ അഴിഞ്ഞ് ബാധകൾ ഒഴിഞ്ഞ് സ്വാതന്ത്ര്യം പ്രാപിച്ച് എല്ലാ ബന്ധനങ്ങളും ഒഴിഞ്ഞ് എൻ്റെ കർത്താവിനെ എനിക്ക് ആരാധിക്കണം, സ്തോത്രം ചെയ്യണം, സ്തുതിക്കണം. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇനിയുള്ള കാലം അതിനാണ് സ്വർഗത്തിലെ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, വിശുദ്ധിയുടെ ആരാധന. ആ ആരാധനയ്ക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം നമ്മെ ഒരുക്കുകയാണ്. അതിനുവേണ്ടി നാം ഇന്ന് ദൈവസന്നിധിയിൽ നിന്ന് നമുക്ക് ദൈവമുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കാം. ഇനിയുള്ള സമയം നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവകരങ്ങളിലേക്ക് നമ്മുടെ ജീവിതം സമർപ്പിക്കാം. നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിൽ നമിക്കാം. ഹല്ലേലൂയ. നമ്മുടെ ശിരസ്സുകളെ ദൈവസന്നിധിയിൽ നമിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും കർത്താവേ. ഹല്ലേലൂയ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എൻ്റെ ദൈവമേ, ലാസറിൻ്റെ കല്ലറയിൽ കർത്താവേ നീ കടന്നു എന്ന്, ലാസറയെ പുറത്തു വരിക എന്ന് പറഞ്ഞ് ലാസറിനെ പുറത്തു കൊണ്ടുവന്ന. ഹല്ലേലൂയ. എൻ്റെ കർത്താവേ, ലാസറിൻ്റെ ബന്ധനങ്ങളെല്ലാം അഴിഞ്ഞ് സത്യ ആരാധന കൊടുത്തതുപോലെ, ആ സത്യാരാധനയ്ക്ക് വേണ്ടി ഒരുക്കിയതുപോലെ കർത്താവേ, ഹല്ലേലൂയ, ഇന്ന് നീ ഞങ്ങളുടെ മധ്യത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടല്ലോ. എൻ്റെ കർത്താവേ, ഞങ്ങളുടെ ബന്ധനങ്ങളെ ഒന്ന് അഴിച്ചു തരണമേ, ഞങ്ങൾക്ക് ജീവൻ തരണമേ കർത്താവേ, സമൃദ്ധിയായിട്ടുള്ള ജീവൻ തരണമേ കർത്താവേ. ഞങ്ങളെല്ലാം ബന്ധനങ്ങൾ അഴിഞ്ഞ് നിന്നെ സ്തുതിക്കുന്നവരായി, നിന്നെ ആരാധിക്കുന്നവരായി, ആത്മാവിൻ്റെ ബന്ധനം അഴിഞ്ഞ് വെറുതെ പുറമേയുള്ള സ്തുതിയല്ല കർത്താവേ, ആത്മാവിലും സത്യത്തിലും നിന്നെ ആരാധിക്കുവാൻ കർത്താവേ, ഇനിയുള്ള കാലം നിന്റെ നാമമഹത്വത്തിന് വേണ്ടി ജീവിക്കുവാൻ കർത്താവേ. ഹല്ലേലൂയ. എൻ്റെ കർത്താവേ, നിന്നെ വിശ്വസിച്ച് നിന്നിൽ ആശ്രയിച്ച് അന്ത്യത്തോളം നിന്റെ വേല ചെയ്യുവാൻ, നിന്നെ പ്രസാദിപ്പിക്കുന്ന മക്കളായി ജീവിപ്പാൻ ഞങ്ങൾ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കർത്താവേ. വചനം കേട്ട എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ കർത്താവേ, അവിടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ, വിശ്വാസം കൊടുക്കണമേ കർത്താവേ. വിശ്വാസം കൂടാതെ നിന്നെ പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ലല്ലോ കർത്താവേ. കൂട്ടായ്മയിലോ വ്യക്തികളിലോ അതീതമായി ക്രിസ്തുവിനിൽ കർത്താവേ അടിയുറച്ച് വിശ്വസിക്കുവാൻ കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി ഞങ്ങളെ ഒരിക്കൽ കൂടി ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ.